നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സുധി പോലീസുകാരനോട് പറഞ്ഞു, എടോ താൻ എന്തിനാ ആനന്ദിനെ കൊണ്ട് ഊതിച്ചത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അവൻ മദ്യപിച്ചിട്ടില്ലായിരുന്നല്ലോ, മര്യാദയ്ക്ക് സോറി പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, സോറി പറയാനോ? ഞാനോ? അതെ, സോറി പറഞ്ഞിട്ട് താൻ പോയാൽ മതി. ആനന്ദ് പേടിച്ച് നിൽക്കുവാണ്. എടാ സച്ചി വേണ്ട, നീ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഇതങ്ങോട്ട് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇയാളെ കൊണ്ട് ആ സോറി പറയിപ്പിക്കും. അതാ അരുൺ എന്ന് പറയുന്ന പോലീസുകാരനായിരുന്നു സച്ചിയുമായിട്ട് ഏറ്റുമുട്ടിയവന്. ഈ സമയത്ത് അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, എടാ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. പോകില്ല സാറേ ഞാന്. ഇയാള് സോറി പറയണം, ആനന്ദിനോട് സോറി പറയണം എന്ന് പറഞ്ഞു. ഓ, അപ്പൊ സോറി പറയാതെ താൻ പോകത്തില്ലല്ലേന്ന് ചോദിച്ചു. ഇല്ല, പോകത്തില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഒരു കാര്യം ചെയ്യ, താൻ പോവണ്ട. എടോ ഇവനെ പിടിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാക്കിയുള്ള കോൺസ്റ്റബിൾമാർ വന്ന് സുധിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കണം. ഇത് കണ്ടപ്പോഴത്തേനും ആനന്ദ് ഓടി വന്നിട്ടുണ്ട്. സാറേ അവനെ കൊണ്ടുപോകരുത്, ആ മദ്യലഹരിയിൽ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്ന. അതെ, അവന്റെ കെട്ട് വിട്ട് കഴിയുമ്പോൾ അവനിട്ട് 2 കൊടുത്തിട്ട് ഞങ്ങൾ വിട്ടോളാം. തൽക്കാലത്തേക്ക് താൻ പോകാൻ നോക്ക്, അല്ല ഇപ്പൊ തന്നെയും പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. സാറേ പ്ലീസ് സാറേ, അവനെ ഒന്നും ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കണോ വേണ്ടെന്ന് ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ. അവനോട് ഞാൻ സോറി പറയണം പോലും എന്നും പറഞ്ഞോട് ദേഷ്യത്തോട് കൂടിയിട്ട് അരുണും കൂടെ ചേർന്നിട്ട് സുധിയെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റിവിടാം. അപ്പോഴേക്കും സുധി പറഞ്ഞു, എന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സാറ് വിവരം അറിയുമെന്ന് പറഞ്ഞു. അടങ്ങിയിരിക്കടാന്നും പറഞ്ഞോണ്ട് സുധിയോട് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് ആനന്ദിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആനന്ദാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്തോണ്ട് നേരെ സുധിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് സച്ചി അവിടെ ഉണ്ടായിരുന്നു. സച്ചി ഇറങ്ങി വന്നിട്ട്, ആഹാ ഇതാര ആനന്ദേണ്ട, എന്ത് പറ്റി? അതെ സച്ചി, ഒരു പ്രശ്നമുണ്ട്. എന്ത്? അതെ, സുധിയെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചെന്നോ? എന്തിന്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ അത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് സുധി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിക്കാനോ? സുധിയാ? അതെ, അവന് ഭയങ്കര വിഷമമായിരുന്നു ശ്രുതി പിണങ്ങി പോയതില്. അപ്പൊ രാവിലെ തൊട്ടിരുന്ന് മദ്യപിക്കുക, ഷോപ്പിലേക്ക് പോലും പോയില്ല. ഓഹോ, അപ്പൊ അതാണ് താൻ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവനെ കാണാതിരുന്നേ. പിന്നീട് ബാറിന്ന് ഒരു വിധത്തിലാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്ന വഴിക്ക് വെച്ച് പോലീസുകാരെ തടഞ്ഞു നിർത്തി. ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒടുവിൽ പോലീസുകാരെ വെല്ലുവിളിച്ചു. പോലീസുകാർ അവനെ തൂക്കിയെടുത്തോണ്ട് പോയി. എത്രയും പെട്ടെന്ന് അവനെ പോയി രക്ഷിച്ചില്ലെങ്കിൽ അവനെ ഇടിച്ച് മിക്കവാറും കൂമ്പ് കാട്ടുമെന്ന് പറഞ്ഞു. ആ സമയം രവീന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചി കാര്യം പറഞ്ഞു. എന്റെ ഭഗവാനെ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കണേ? സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാച്ചാ നമുക്കിപ്പൊ തന്നെ പോകാന്ന് പറഞ്ഞു. ആ സമയത്താണ് രേവതി വരുന്നത്. രേവതി വന്നിട്ട് ചോദിച്ചു, എന്താ സച്ചിയേട്ടാ, എന്താ കാര്യം എന്താ? അത് പിന്നെ സുധിയെ പോലീസ് പിടിച്ചെന്ന്. പോലീസ് പിടിച്ചെന്നോ? അതെ. പിന്നീട് നടന്ന കാര്യം ചുരുക്കി പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സച്ചി രവീന്ദ്രനും കൂടെ പോകാൻ ഒരുങ്ങുമ്പോഴത്തേനും രേവതിക്ക് ഭയങ്കര ടെൻഷനാ. രേവതി പറഞ്ഞു, സച്ചിയേട്ടാ എനിക്ക് നല്ല പേടി തോന്നിട്ടൊരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ സച്ചിയേട്ടൻ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്നൊരു പേടിയായിരുന്നു രേവതിയുടെ മനസ്സിൽ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, എന്താടി, എന്താ കാര്യം എന്താ? രവിയേണ്ണും സച്ചിയൊക്കെ അങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു. അത് പിന്നെ സുധി പോലീസ് സ്റ്റേഷനിലാന്ന്. പോലീസ് സ്റ്റേഷനിലോ? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞ് എന്തിനാണോ പോലീസ് സ്റ്റേഷനിൽ പോയത്? അത് മദ്യപിക്കാനോ? മദ്യം കൈ കൊണ്ട് തൊടുന്നവനല്ല അവന്. എല്ലാത്തിനും കാരണം ഒരുമ്പെട്ടവളാ. അവള് കാരണം ഈ പ്രശ്നം ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നേ. അവള് കാരണം ഈ കുടുംബം ചിന്നമിന്നമായി പോകൂലോ, എന്റെ മോന്റെ ഭാവി പോകൂലോ. അമ്മ ഇങ്ങനെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. സച്ചേണ്ണും അച്ഛനൊക്കെ പോയിട്ടുണ്ടല്ലോ. സുധി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സുധിയും കൂട്ടിക്കൊണ്ട് അവിടെ ഇങ്ങോട്ട് വരും. എന്റെ ദൈവമേ, എന്റെ മോനെ പോലീസുകാർ പിടിച്ചിട്ട് തല്ലി ചതക്കുമെന്നൊരു പേടിയുണ്ട്. മദ്യപിക്കാത്ത അവന്, അയ്യോ എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ചന്ദ്രമതിയോട് ഇരിക്കുകയാണ്. ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്നത്. ചന്ദ്രമതി പറഞ്ഞു, ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാൻ വേണം, ഞാനും കൂടെ ചെല്ലാം. ഞാൻ ചെന്ന് പോലീസുകാരുടെ കാലെ കൈയെ പിടിച്ചിട്ടാണല്ലോ അവനെ ഇറക്കിക്കൊണ്ടുവരാം. എൻ്റെ അമ്മ അതിന്റെ ആവശ്യമൊന്നുമില്ല, അവര് പോയിട്ടുണ്ടല്ലോ, പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് സുധിക്കാണെങ്കിൽ യാതൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധി അരുൺ എന്ന് പറയുന്ന പോലീസുകാരോട് പറഞ്ഞു, സാറേ എന്നെ മര്യാദയ്ക്ക് പറഞ്ഞു വിടുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യടാ? എൻ്റെ അഞ്ജനെ കുറിച്ച് സാറിന് അറിയില്ലല്ലോ. അവൻ ഇങ്ങോട്ട് വന്നാണ്ടല്ലോ സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. സാറിന്റെ നല്ല ടിഷ്യൂ എന്നും പറഞ്ഞു നല്ല ഇടി തരുമെന്ന് പറഞ്ഞു. ഓ, നിന്റെ അനിയൻ അത്ര വലിയ കേമനാണോ? സാർ അവനെ കണ്ടിട്ടില്ലോ, ഒന്ന് കാണണം. അവന് ഞാൻ ലോക്കപ്പിലാന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും, എങ്കിലും അത് അന്ന് അറിഞ്ഞിട്ട് അവനെ കാര്യം, ഇങ്ങോട്ടേക്ക് കയറി വാടാ എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ വിളിച്ചുകൊണ്ട് നേരെ
ലോക്കപ്പിനകത്ത് കയറി ചെന്നു. അവനിട്ട് രണ്ടെണ്ണം ഇട്ട് കൊടുക്കണം. ഷർട്ടൊക്കെ ഊരി വെക്കടാന്ന് പറഞ്ഞവിടെ സുധി ഷർട്ടൊക്കെ ഊരിച്ചു. സുധി പറഞ്ഞു, സാറേ ഇതിനൊക്കെ എൻ്റെ അനുജൻ വന്ന് സാറിനോട് പകരം ചോദിക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ സുധിയെ ലോക്കപ്പ് ചെയ്യുവാണ്. ഈ സമയത്ത് ശ്രുതി മീരയുടെ അടുത്തേക്ക് വന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ മീര വെച്ച് എന്തായി കാര്യങ്ങളൊക്കെ, സുധിയെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. സുധിയെ കണ്ടൊന്നുമില്ല. കണ്ടില്ലേ? ഇന്നലെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൻറ്റീനെ അടിച്ചിറക്കി വിട്ടില്ലേ? പക്ഷെ ഇന്നൊന്ന് പോയി നോക്കാന്ന് ഓർത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സുധി അവിടെ ഇല്ലായിരുന്നു പറഞ്ഞു. പിന്നെ എവിടെ പോയതാ അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇനി വല്ല ഡീലറെ കാണാൻ പോയെന്നും അറിയത്തില്ല. എടി ഇങ്ങനെ പോയിട്ടാണ് നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. എന്താണെങ്കിലും സുധിയുടെ അമ്മ പറയുന്നതല്ലേ അനുസരിക്കുള്ളൂ. നീ പറയുന്നൊന്നും അനുസരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ശരി, തല പോയാലും ശരി, ഞാൻ ആ വീട്ടിലേക്ക് തിരികെ കയറും. അത് സുധിയുടെ ഭാര്യയായിട്ട്. ഈ പറയുന്ന ശ്രുതിയെ ശരിക്കും നിനക്ക് അറിയത്തില്ല മീരെ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവിടം വരെ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ട് എത്തിച്ചില്ലേ, പിന്നെ ബാക്കി കാര്യങ്ങളും കൂടെ നോക്കുന്നതിനാണ് എനിക്ക് ബുദ്ധിമുട്ട്. മീര പറഞ്ഞു, ഇത് ഡേഞ്ചറാ, നിനക്കറിയാലോ. നിന്നെ പെട്ടെന്നൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് അവർ തയ്യാറാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ശ്രുതി അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതേസമയം സച്ചിൻ രവീന്ദ്രനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വരുവാണ്. അങ്ങനെ വന്ന് അകത്തേക്ക് കയറി. അപ്പൊ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അരുൺ എന്ന് പറഞ്ഞ പോലീസുകാരൻ ചോദിച്ചു, നീ എന്താടാ ഇവിടെ? അത് സാറേ, എൻ്റെ ചേട്ടൻ ഇവിടെയുണ്ട്, ചേട്ടൻ ഇവിടെ ലോക്കപ്പിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് രവീന്ദ്രൻ ലോക്കപ്പ് കിടക്കുന്ന സുധിയെ കണ്ടേ. മോനെന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും സുധി പറഞ്ഞു, അച്ഛാ കണ്ടില്ലേ, ഇവരെന്നെ പിടിച്ച് ലോക്കപ്പ് ചെയ്തിരിക്കുവാന്ന് പറഞ്ഞു. ആ സമയം സച്ചിയോട് അവൻ ചോദിച്ചു, ഓഹോ അപ്പൊ നീയാണല്ലേ അനുജന്? ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അനുജൻ വന്നിട്ടുണ്ടെങ്കിലേ നിന്നെയൊക്കെ ഇടിച്ച് ശരിയാക്കുന്നു. ഓ അപ്പൊ നീ വലിയ ഗുണ്ട റൗഡിയൊക്കെ അല്ലേടാന്ന് ചോദിച്ചു. ഇതേ സാറേ വേണ്ട, അതിനുള്ള സമയമൊന്നും അല്ല ഇതെന്ന് പറഞ്ഞു. എടാ നീ കഴിഞ്ഞ ദിവസം എൻ്റെ കോളറിന് കയറി പിടിച്ചു, എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റ് വലിച്ചു കയറി. അപ്പോഴേ നിന്നെ ഒന്ന് ഓട്ടം വിട്ട് വെച്ചിരിക്കുക. എന്താളും കൃത്യസമയത്ത് തന്നെ നീ വന്നു കയറി. സാറേ എൻ്റെ ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേട്ടൻ വെറുതെ ലോക്കപ്പിലുണ്ട്, മദ്യലഹരിയിൽ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോക്കപ്പിന് തുറന്നു വിടണമെന്ന് പറഞ്ഞു. പിന്നെ തുറന്നു വിടണം പോലും നീ എന്നെ അടിക്കടാ, നീ വന്ന് എന്നെ അടിക്കുമെന്നൊക്കെയാ നിന്റെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കും സുധി പറഞ്ഞു, എടാ സച്ചി അയാൾ ഇടിച്ച് നിരപ്പാക്കടാ, എന്നിട്ട് ഈ ലോക്കപ്പ് തുറന്ന് എന്നെ കൊണ്ടാൻ പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്റെ സുധി നീ ഒന്നും മിണ്ടായിരിക്കുക. അച്ഛൻ എന്തിനാ പേടിക്കണേ? സച്ചി അല്ലേ ഉള്ളത്, സച്ചി അവന്മാരൊക്കെ ഇടിച്ച് നിരപ്പായിക്കോളാന്ന് പറഞ്ഞു. നിരപ്പായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചിക്കാണ് എന്ത് ചെയ്യണം എന്നറിയില്ല. സച്ചി രൂക്ഷമായിട്ട് സുധിയെ നോക്കുകയാണ്. ഈ സമയത്ത് അരുൺ എന്ന് പറയുന്ന പോലീസുകാരൻ പറഞ്ഞു, എന്താടാ നിന്റെ കൈ പൊങ്ങുന്നില്ലേ, അടിക്കടാ എന്നെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, വേണ്ട സാറേ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ദേ എൻ്റെ ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, മദ്യലഹരിയിൽ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ പേരിൽ സാറ് വെറുതെ എൻ്റെ ചേട്ടൻ്റെ ലോക്കപ്പിലിടേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സി എ ഇങ്ങോട്ട് വന്നു. സി എ വന്നിട്ട് എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രവീന്ദ്രനും സച്ചിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പം സി എ അരുണിനോട് പറഞ്ഞു, എന്തിനാണോ അയാൾ ലോക്കപ്പിലിട്ടിരിക്കുന്നത്? അല്ല സാറേ, എന്നോട് സോറി പറയണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എടോ അയാൾ മദ്യലഹരിയിൽ ഓരോന്ന് വിളിച്ച് പൊലുമ്പൊന്നല്ലേ സാറേ, എന്നാലും എടോ അയാളെ ഇറക്കി വിടാൻ നോക്കുക, അയാൾ ഇവൻ ലോക്കപ്പിൽ ഇട്ടുകൊണ്ടിരുന്നിട്ട് എന്താ കിട്ടാനാന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ സുധീനെ അങ്ങനെ ഇറക്കി വിടുവാണ്. അങ്ങനെ സുധീനെ കൊണ്ട് രവീന്ദ്രൻ്റെ സച്ചിയൊക്കെ വീട്ടിലേക്ക് വരിക. രവീന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല, വല്ലാത്തൊരു ടെൻഷനായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ്റെ കാലിലേക്ക് വീണിട്ട് സുധി പൊട്ടിക്കരയാണ്. അച്ഛ എന്നോട് ക്ഷമിക്കുക അച്ഛാ, ഞാൻ അച്ഛനോട് കുറേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രൻപതിക്കൊന്നും സഹിച്ചില്ല. കാരണം സുധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സുധി. പക്ഷെ സുധി ആകപ്പാടെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി കാരണം വീണ്ടും കുടുംബം തകരാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.